അക്കാദമി മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത് പാർട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പാർട്സ് ഏതൊക്കെയാണെന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഓർത്ത് വെക്കാന്നുള്ളൊരു ട്രിക്കും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ആർട്ടിക്കിൾസിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ആർട്ടിക്കിൾസ് ആയിരുന്നു. സം ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെയ്ക്കും നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സ്കെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്കെഡ്യൂൾസ് എന്തൊക്കെയാണെന്നും സ്കെഡ്യൂൾസ് എങ്ങനെ ഓർത്തെടുക്കാം എന്നുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഈ രണ്ട് വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. ഇതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ സെഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരയ്ക്കുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. പാർട്ട് 5 4 കാറ്റഗറീസ് ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി പ്രസിഡൻറ്റിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. 52 മുതൽ 78 വരെയും പ്രസിഡൻറ്റിനെ സംബന്ധിക്കുന്നതാണ്. 79 മുതൽ 123 വരെയും പാർലമെൻറ്റിനെ സംബന്ധിക്കുന്നതും 124 മുതൽ 147 വരെയ്ക്കുള്ളത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യനെ റിലേറ്റ് ചെയ്തതും 148 മുതൽ 151 വരെയുള്ളത് കാഗ് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യനെ സംബന്ധിക്കുന്നതുമാണ്. ഓക്കെ, സോ 52 ടു 78 വരെയ്ക്കുള്ള പ്രസിഡൻറ്റിൻ്റെ ആർട്ടിക്കിൾസ്. അത് കൂടാതെ പ്രസിഡൻറ്റിനെ സംബന്ധിക്കുന്ന മറ്റു പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നും കൂടിയുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ കറൻറ്റ് ഉപരാഷ്ട്രപതി ആരാണ്? ഇദ്ദേഹം 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്. ആൻഡ് ഹീ ഈസ് ദ സെക്കൻഡ് ദളിത് പ്രസിഡൻറ്റ്. ആൻഡ് ഹിസ് നെയിം ഇസ് രാംനാഥ് കോവിന്ദ്. ഫസ്റ്റ് ദളിത് പ്രസിഡൻറ്റ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡൻ്റായ KR നാരായണൻ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ KR നാരായണൻ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻഡ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന ഒരു വ്യക്തി, 2 പ്രാവശ്യം, ഇന്ത്യയിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ 2 പ്രാവശ്യം പ്രസിഡൻ്റ് ആയിട്ടുള്ളൂ. 1950 മുതൽ 1962 വരയ്ക്കും അദ്ദേഹമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻറ്റ്. 12 കൊല്ലം ഏകദേശം അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. പ്രസിഡൻറ്റിൻ്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 52 ഇസ് അബൌട്ട് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു പ്രസിഡൻറ്റ് വേണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 52 പറയുന്നത്. ആർട്ടിക്കിൾ 54 ഇസ് എലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്. ഈ ഒരു കാര്യം പ്രസിഡൻഷ്യൽ എലക്ഷൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് പ്രസിഡൻഷ്യൽ എലക്ഷൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് USA നിന്നാണ്. ആൻഡ് പ്രസിഡൻറ്റിൻ്റെ ടേം ഓഫ് ഓഫീസാണ് ആർട്ടിക്കിൾ 56 പറയുന്നത്. ആർട്ടിക്കിൾ 58 പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ഇലക്ഷൻ ആസ് എ പ്രസിഡൻറ്റ്. ഒരു ഇലക്ഷൻ, അതായത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാവണം, അതാണ് ആർട്ടിക്കിൾ 58 പറയുന്നത്. ആർട്ടിക്കിൾ 59 കണ്ടീഷൻ ഓഫ് പ്രസിഡൻസ് ഓഫീസ്, പ്രസിഡൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് 59 പറയുന്നത്. ആർട്ടിക്കിൾ 60 ഓത്ത് ആൻഡ് അഫർമേഷൻ ബൈ ദ പ്രസിഡൻറ്റ്. ആർട്ടിക്കിൾ 61 പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ആൻഡ് 72 ഈ റീസൺ SSC CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പവർ ഓഫ് പ്രസിഡൻറ്റ് ടു ഗ്രാൻഡ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡൻറ്റ് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 72. ഇത് കൂടാതെ ഗവർണർക്കും ഒരു പാർഡനിങ് പവർ ഉണ്ട്. അതാ വരുന്ന ആർട്ടിക്കിൾ 161. ആൻഡ് ആർട്ടിക്കിൾ 111 അത് അസെൻറ്റ് ടു ബിൽ എന്നുള്ള ആർട്ടിക്കിളാണ്. വീറ്റോ പവർ എന്നും കൂടെ പറയും. ആർട്ടിക്കിൾ 123 പവർ ഓഫ് പ്രസിഡൻറ്റ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡൻറ്റിൻ്റെ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 123 പറയുന്നത്. ആർട്ടിക്കിൾ 143 പ്രസിഡൻറ്റിന് ക്യാൻ കൺസൾട്ട് സുപ്രീം കോർട്ട്. പ്രസിഡൻറ്റിൻ്റെ പവർ ടു കൺസൾട്ട് സുപ്രീം കോർട്ട്, അതാണ് ആർട്ടിക്കിൾ 143 പറയുന്നത്. സോ ആർട്ടിക്കിൾ 52 പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 54 election of president, it is from Ireland. Article 56 the term of office of a president. Article 58 is qualification of election as a president. 59 is about the condition of president's office. And Article 60 oath and affirmation by the president. Article 61
പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്, ആർട്ടിക്കിൾ 111 വീറ്റോ പവർ, ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ഓർഡിനൻസസ്, ആൻഡ് 143 is about the power of president to consult Supreme Court. സോ ഇത്രയുമാണ് പ്രസിഡൻറ്റിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ്. പാർട്ട് 5 വരുന്ന ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 63 ഇസ് അബൌട്ട് ദി വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡൻറ്റ് ഡെഫിനീഷൻ ഇങ്ങനെയാണ്: വൈസ് പ്രസിഡൻറ്റ് ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. സോ വൈസ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം രാജ്യസഭയിലെ ഒരു മെമ്പറല്ല, രാജ്യസഭയിലെ ഒരു ചെയർമാൻ ആണ്. വൈസ് പ്രസിഡൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ആ കാര്യം നിങ്ങൾ ഓർക്കുക. ആൻഡ് ആർട്ടിക്കിൾ 74, കറൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് വെങ്കയ്യ നായിഡു. ആൻഡ് ആർട്ടിക്കിൾ 74 ഇസ് അബൌട്ട് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ ഹെഡ് ആരാണ്? നമ്മുടെ മോദിജി, പ്രൈം മിനിസ്റ്റർ. ദെൻ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടാവും. കൗൺസിൽ ഓഫ് മിനിസ്റ്റർ 3 വിഭാഗങ്ങളുണ്ട്: ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. സോ ഇവരെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 76 ഇസ് അബൌട്ട് ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. കറൻറ്റ് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. സോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പാർലമെൻറ്റിനെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 79 till 123 ആണ് പാർലമെൻറ്റിൽ വരുന്നത്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ആർട്ടിക്കിൾസ് എന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 80 ഇസ് അബൌട്ട് കമ്പോസിഷൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് രാജ്യസഭ. സോ രാജ്യസഭനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 80. ആർട്ടിക്കിൾ 81 ഇസ് അബൌട്ട് ദി ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലോകസഭ. സോ ലോകസഭനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 81. Then Article 102 is about the disqualification of membership. Disqualification of membership from the parliament. 108 എന്ന് പറയുന്നത് joint sitting of both the houses in certain cases. 110 എന്ന് പറയുന്നത് മണി ബില്ലിനെ സംബന്ധിക്കുന്നതാണ്. മണി ബില്ലിനെ സംബന്ധിക്കുന്ന ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും മണി ബിൽ പാർലമെൻറ്റിൽ, അതായത് രാജ്യസഭയിൽ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യില്ല. ലോക്സഭയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമാണ് മണി ബില്ല് പ്രസൻറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് 112 ഇസ് അബൌട്ട് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് അതർ ദാൻ ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ സംബന്ധിക്കുന്നതാണ് എന്ത്? 112 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ആൻഡ് 116 ഇസ് വോട്ട് ഓൺ അക്കൗണ്ട്. ആർട്ടിക്കിൾ 124 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സോ സുപ്രീം കോർട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ USA നിന്ന് തന്നെയാണ് കടമെടുത്തിട്ടുള്ളത്. സോ സുപ്രീം കോർട്ടിൽ 31 ജഡ്ജസ് ആണ് ഉള്ളത്, ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ്. കറൻറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ശരത് അബോഡെ. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക. അടുത്തത് ആർട്ടിക്കിൾ 148 CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കറൻറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ, കൺട്രോളർ അല്ല, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് മെഹർഷി. രാജീവ് മെഹർഷിയാണ് കറൻറ്റ് CAG. സോ ഓഫീസ് ഓഫ് CAG നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് 149 ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 6ലുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പാർട്ട് 6 എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ആൻഡ് ആദ്യത്തെ ആർട്ടിക്കിൾ 152 സ്റ്റേറ്റ്, അതായത് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് അതിൽ വരുന്നത്. ആർട്ടിക്കിൾ 153 ഗവർണർ ഓഫ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 161 പാർഡനിങ് പവർ ഓഫ് ഗവർണർ. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവർ നോക്കി 72 ഗവർണറിൻ്റെ പാർഡനിങ് പവർ 161. 165 എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഫോർ ദ സ്റ്റേറ്റ്. 169 is abolition or creation of legislative council in states. Article 213 power of governor to promulgate ordinance. Ordinance പുറപ്പെടുവിക്കാനുള്ള ഗവർണറിൻ്റെ പവറാണ് ആർട്ടിക്കിൾ 213 123 പ്രസിഡൻസ് ഓർഡിനൻസ് പവർ ഉള്ളത്. സോ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം.
Article 214 is about the High Court for states. ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ പവർ, റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഹൈക്കോർട്ടിൻ്റെ പവറിനെ സംബന്ധിക്കുന്നതാണ് ആർട്ടിക്കിൾ 226. ഈ റിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്സ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ള ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിസർവ് ചെയ്യപ്പെടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. സോ അതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32-ലുള്ളത്. ഇതെങ്ങനെയാണ് നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എങ്ങനെയാണ് നമ്മുടെ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കാത്ത് സംരക്ഷിക്കുക? ത്രൂ റിറ്റ്സിലൂടെയാണ് കാത്ത് സംരക്ഷിക്കുക. സോ എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നും അത് ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും റിറ്റ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നും ഉള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സെഷനിൽ വെക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് പാർട്ട് 9. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 243A, ഗ്രാമസഭനെ സംബന്ധിക്കുന്നതാണ്. പാർട്ട് 11 വരുന്നത് disputes relating to water of interstate river. Okay, disputes relating to water of interstate river. And part 12 എന്ന് പറയുന്നത് അതിൽ വരുന്ന ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 265 taxes not to be imposed save by the authority of law. ആർട്ടിക്കിൾ 280 അവിടെ ഒരു ഫിനാൻസ് കമ്മീഷൻ വേണം. ആർട്ടിക്കിൾ 300A ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് മുന്നേ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. 7 ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് റിപ്പീൽ ചെയ്തിട്ട് അമെൻഡ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 300A, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി. പാർട്ട് 12 കൊണ്ടിട്ടു. പാർട്ട് 3-ലുണ്ടായിരുന്ന സാധനത്തിന് പാർട്ട് 12 കൊണ്ടിട്ടു. ആരായിട്ടത്? 1978 44ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം മൊറാർജി ദേശായി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആയിരുന്നു. ആൻഡ് കറൻറ്റ് ഫിനാൻസ് കമ്മീഷണർ ആരാണ്? NK സിംഗ്. NK സിംഗ് ആണ് കറൻറ്റ് ഫിനാൻസ് കമ്മീഷണർ. അത് ഓർത്ത് വയ്ക്കും. അതൊരു കറണ്ട് അഫെയർ ആണ്. ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഓർത്തെടുക്കേണ്ട ഒരു പാർട്ടാണ് അടുത്ത പാർട്ട്. പാർട്ട് 14 ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസസിനെ സംബന്ധിച്ചുള്ളതാണ്. ആൻഡ് ആർട്ടിക്കിൾ 315 is about Public Service Commission for Union and the State, UPSC, State Public Service Commission. അതിനെ സംബന്ധിക്കുന്നതാണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 316 ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടേം ഓഫ് ഓഫീസ്. ആൻഡ് ആർട്ടിക്കിൾ 320 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കറൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ കറൻറ്റ് ചെയർമാൻ അരവിന്ദ് സക്സേന. അരവിന്ദ് സക്സേനയാണ് കറൻറ്റ് UPSC ചെയർമാൻ. ഓക്കെ. ആൻഡ് പാർട്ട് 14A വരുന്നത് ആർട്ടിക്കിൾ 323A ആണ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ. ഇറ്റ് ഈസ് അബൌട്ട് ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. പാർട്ട് 14A ഈസ് അബൌട്ട് ദി ട്രിബ്യൂണൽസ്. അത് ആഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അമെൻഡ് ചെയ്യപ്പെട്ട ഒരു പാർട്ടാണ്, അമെൻഡ് ചെയ്ത ഒരു ആർട്ടിക്കിളുമാണ്. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. ഇത് ഓർത്ത് വയ്ക്കാം. അടുത്തത് ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 326 യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സിന് ശേഷം എല്ലാവർക്കും വോട്ടവകാശം, എല്ലാ സിറ്റിസൺസിനും, എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം, ഒരേപോലെയുള്ള വോട്ടവകാശം. അതാണ് എന്ത്? ആർട്ടിക്കിൾ 326 പറയുന്നത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, കറൻറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുനിൽ അറോറ. മിസ്റ്റർ സുനിൽ അറോറയാണ് കറൻറ്റ് ഇലക്ഷൻ കമ്മീഷണർ. ആ ഒരു കാര്യം ഓർക്കുക. അടുത്തത് പാർട്ട് 16. പാർട്ട് 16 വരുന്നത് ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ സ്കെഡ്യൂൾഡ് കാസ്റ്റ്. നാഷണൽ കമ്മീഷൻ ഫോർ സ്കെഡ്യൂൾഡ് കാസ്റ്റ്. കറൻറ്റ് നാഷണൽ കമ്മീഷണർ ആരാണ്? സ്കെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ രാം ശങ്കർ കത്തേരിയ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. രാം ശങ്കർ കത്തേരിയ ആണ് കറൻറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ സ്കെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാൻ. 338A is about National Commission for Scheduled Tribes. National Commission for Scheduled Tribesനെ സംബന്ധിക്കുന്നതാണ് ആർട്ടിക്കിൾ 338A. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, നന്ദകുമാർ സായി ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. നാഷണൽ കമ്മീഷൻ ഫോർ സ്കെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ചെയർമാൻ, കറണ്ട് ചെയർമാൻ നന്ദകുമാർ സായി ആണ്.
ആർട്ടിക്കിൾ 341 സ്കെഡ്യൂൾ കാസ്റ്റിനെ സംബന്ധിക്കുന്നതും ആർട്ടിക്കിൾ 342 സ്കെഡ്യൂൾ ട്രൈബിനെ സംബന്ധിക്കുന്നതുമാണ്. നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 343 ഈസ് അബൌട്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദ യൂണിയൻ. എന്തൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉള്ളത്, ഏതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയനിൽ വരുന്നത്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. ആൻഡ് പാർട്ട് 18 എന്ന് പറയുന്നത് എമർജൻസി ആണ്. അതിൽ വരുന്നത് 3 എമർജൻസീസ് ആണ്. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻസ് എമർജൻസി. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസിയാണ് 360 വരുന്നത്. ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ അഗ്രഷനോ ആംഡ് റെബല്യനോ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കും. ആൻഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനും. 2ാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രതിരോധ മന്ത്രി ജഗജീവൻ റാമുമായിരുന്നു. ആദ്യമായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഓൺ 26 ഒക്ടോബർ 1962. ചൈനീസ് അഗ്രഷൻ നടന്ന സമയത്തായിരുന്നു ആദ്യത്തെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. സെക്കൻഡ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് VV ഗിരി അദ്ദേഹമായിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്. 3rd ഡിസംബർ 1971 ആ ഒരു എമർജൻസി പ്രഖ്യാപിച്ചത്. കാരണം ഇന്തോ പാക് വാർ, ആദ്യത്തെ ഇന്ത്യ പാക് യുദ്ധം നടന്നത് ആ ഒരു വർഷമായിരുന്നു. 3ാമത്തെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. 25 ജൂൺ 1975. ഈ ഒരു കാലത്തായിരുന്നു 3ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സ്റ്റേറ്റ് എമർജൻസിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, പ്രസിഡന്റ് റൂൾ. ആൻഡ് ഫിനാൻസ് എമർജൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെയ്ക്കും ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻ്റ് ആണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. ആൻഡ് 370 പറയുന്നത് ടെമ്പററി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഒരു ക്ലോസ് ആണ് ഇപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ആൻഡ് ടെമ്പററി പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ടെമ്പററി പ്രൊവിഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞു. 2019 റീഓർഗനൈസേഷൻ ഓഫ് കാശ്മീർ ആക്ട് പ്രകാരം നമ്മുടെ ഹോം മിനിസ്റ്ററായ അമിത് ഷാ അദ്ദേഹമാണ് ഈ ഒരു ആക്ട് പ്രഖ്യാപിച്ചത്. ടെമ്പററി പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ എടുത്തു കളഞ്ഞു. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ദയ സൈനിങ് ഓഫ് ഫ്രം ഗ്യാൻ അക്കാദമി മലയാളം.